കാവ്യയുടെ ഓണം ബാല്യകാലത്ത് അതെങ്ങനെയായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത്, അത് ചെറുതായപ്പോഴും ഇപ്പൊ വലുതായപ്പോഴും ഒക്കെ ഓർമ്മ വരുന്നത് ഓണക്കോടിയാണ്. ഇക്കൊല്ലത്തെ ഓണ പ്രോഗ്രാമിൻ്റെ കോമ്പയറിംഗ് ടീമിലെ ഒരാൾ ഞാനായിരുന്നു. 4 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിനു മുന്നത്തെ ഇങ്ങനത്തെ സെലിബ്രേഷൻസ് ഓഡിയൻസിൽ ഒരാളായിട്ടാണ് ഞാൻ കാണാറ്. ഫസ്റ്റ് ടൈമാണ് ഒരു പ്രോഗ്രാം ഞാൻ കോമ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ത്രില്ലും എന്നാൽ ടെൻഷനും എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ഈ സ്റ്റോക്ക്ഹോം ഓണം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞങ്ങളുടെ കോമ്പയറിംഗ് ടീം ആക്ച്വലി നല്ലൊരു ടീമായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്തത് ഓൾമോസ്റ്റ് നമുക്ക് ആ പ്രോഗ്രാമിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഇനി ബാക്കി നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു, നമ്മൾ പ്രോഗ്രാമിൻ്റെ ദീപം തെളിയിച്ചത് നമ്മുടെ ആ വിശിഷ്ട വ്യക്തികളെ നമ്മൾ തിരഞ്ഞെടുത്തത് ഓഡിയൻസിൻ്റെ ഇടയിൽ തന്നെയാണ്. ഒരു ലോട്ടിംഗ് മെത്തേഡിലൂടെ 5 പേരെ സെലക്ട് ചെയ്ത് അവരാണ് ദീപം തെളിയിച്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്ക് ഓണത്തിൻ്റെ പ്രോഗ്രാമിന് സ്പെഷ്യൽ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഇന്ത്യൻ എംബസിയിലെ HOC. അദ്ദേഹം വന്നിട്ട് ഓണത്തിനെ പറ്റി, പുലിക്കളി, തിരുവാതിരക്കളീനൊക്കെ പറ്റി ചെറുതായിട്ടൊരു സ്പീച്ച് നടത്തിയിരുന്നു. അത് ഭയങ്കര സ്വീറ്റായിരുന്നു. ആസ് യൂഷ്വൽ നമുക്ക് കുറേ അടിപൊളി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. തിരുവാതിര ഉണ്ടായിരുന്നു, ഓണപ്പാട്ടുണ്ടായിരുന്നു, ഫിലിം മെഡ്ലി ഉണ്ടായിരുന്നു, നൈനികേൽ ഡാൻസ് ഉണ്ടായിരുന്നു, വൈകക്കുട്ടിയുടെ പാട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഇൻസ്ട്രുമെൻ്റൽ ഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗ്രാൻഡ് എൻട്രി, മഹാബലിയുടെ ഒരു ഗ്രാൻഡ് എൻട്രി. പിന്നെ മഹാബലിയായിട്ട് ചെറിയൊരു ചിറ്റാറ്റ് ഉണ്ടായിരുന്നു. പാതാളത്തിൽ നിന്ന് വന്നതല്ലേ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്നും അറിയണ്ടേ. പിന്നെ കിഡ്സിൻ്റെയും അഡൾട്ട്സിൻ്റെയും ഒരു അടിപൊളി ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. സ്പോൺസേർഡ് പ്രോഗ്രാമായിരുന്നു. പ്രൈസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് കിട്ടുന്ന എല്ലാവർക്കും അടിപൊളി സ്പോൺസേർഡ് പ്രൈസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു ഓണം സ്പെഷ്യൽ ക്വിസ് നടത്തിയിരുന്നു. അതും സ്പോൺസേർഡ് പ്രോഗ്രാമായിരുന്നു. എല്ലാവരും മഹാബലിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കലും പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പരിചയപ്പെടലും ഒക്കെ ആയിട്ട് ഭയങ്കര ഫണ്ണായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അടിപൊളി സദ്യ ഉണ്ടായിരുന്നു. 2 കൂട്ടം പായസമൊക്കെ വരുന്ന ഒരു അടിപൊളി സദ്യ. പിന്നെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഓണം സ്പെഷ്യൽ DJ. സ്റ്റോക്ക്ഹോമിൽ ഫസ്റ്റ് ടൈമാണ് ഓണത്തിൽ ഒരു DJ. 4 to 5 നമ്മുടെ ഓണം സ്പെഷ്യൽ DJ ആയിരുന്നു. അടിപൊളി DJ. അതോടുകൂടി നമ്മുടെ ഈ ഓണ പ്രോഗ്രാമിന് തിരശീല വീണു.